പ്രവാസത്തിന്റെ പ്രയാസത്തിലും പ്രവർത്തനത്തിന്റെ പ്രഭാമണ്ഡലം തുറന്നുവെച്ച് അറുതിയുടെയും വറുതിയുടെയും കാലത്ത് നാടും വീടും വിട്ട് പ്രവാസ ലോകത്തേക്ക് ചേക്കേറിയ മുസ്ലിം ലീഗ് പ്രവർത്തകരായ പ്രവാസികൾക്ക് സംഘടിത രൂപം നൽകുന്നതിനായി CH മുഹമ്മദ് കോയ സാഹിബിന്റെ വീക്ഷണത്തിൽ ചന്ദ്രിക റീഡേഴ്സ് ഫോറം 1976 ജനുവരിയിൽ രൂപം കൊണ്ടു. പ്രഥമ കമ്മിറ്റിയുടെ പ്രസിഡന്റായി മൗലാനയെയും SKP അബ്ദുറഹ്മാൻ ഹാജി ജനറൽ സെക്രട്ടറിയായും K റഹ്മാൻ ഹാജി ട്രഷററായും നിലവിൽ വന്നു. അതേസമയം തന്നെ അഖിലേന്ത്യാ ലീഗിന്റെ അനുഭാവികൾ KMCC എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയിരുന്നു. ഭാരവാഹികളായി MN അബ്ദുറഹ്മാൻ ഹാജി ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകുന്ന കമ്മിറ്റി നിലവിൽ വന്നു. മുസ്ലിം ലീഗും അഖിലേന്ത്യാ ലീഗും തമ്മിൽ പിളർപ്പിന് ശേഷം ഇരു സംഘടനകളും ലയിക്കുകയും മുസ്ലിം ലീഗിന്റെ പ്രവാസ സംഘടനയ്ക്ക് KMCC എന്ന പേര് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. സംഘടനാ പ്രവർത്തനം സജീവമാകുന്നതിന് മുമ്പുള്ള കാലത്ത് PA അബ്ബാസ് ഹാജി സാഹിബിന്റെ ഓഫീസ് KMCCയുടെ പ്രവർത്തനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ദുബൈയിലെ പ്രവാസികൾക്കിടയിൽ KMCCയുടെ സ്വീകാര്യത സംഘടനയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനകീയവും വിശാലവുമാക്കുന്നതിലേക്ക് നേതൃത്വത്തെ ചിന്തിപ്പിച്ചു. അതിന്റെ ഭാഗമായി ദയറയിലെ സബക്കയിൽ വാടക കെട്ടിടത്തിൽ ദുബൈ KMCC പ്രവർത്തനം ആരംഭിച്ചു. പ്രാരംഭഘട്ടത്തിൽ ഇലക്ട്രിസിറ്റി ബിൽ ഉൾപ്പെടെയുള്ള ചിലവുകൾ സംഘടനയ്ക്ക് ബാധ്യതയായപ്പോൾ സ്വാർത്ഥികരായ നേതൃത്വം രക്തം ദാനം ചെയ്ത് അതിലേക്കുള്ള ഫണ്ട് സമാഹരണം നടത്തി. മുൻഗാമികളുടെ രക്തം നൽകിയുള്ള പ്രസ്ഥാനം ഇന്ന് അനേകായിരങ്ങൾക്ക് ജീവിതാശ്രയമായി എന്നത് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. സുഹൃത്തുക്കളെ, നിങ്ങൾ ആരുടെയും അടിമകളാകരുത്, നിങ്ങൾ ആരുടെയും വിറകുവെട്ടികളാകരുത്, നിങ്ങൾ ആരുടെയും വെള്ളംപോരികളാകരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദിൽ വിശ്വസിക്കുന്നത് ഒരു അപകർഷമായി കരുതാത്ത ഒരു കാലഘട്ടത്തിന് വേണ്ടി, നല്ല നാളേക്ക് വേണ്ടി സ്കൂളുകളിലും കോളേജുകളിലും മുസ്ലിംകളിൽ അഭിമാനത്തോടുകൂടി കടന്നു ചെല്ലുവാനും നിങ്ങളുടെ ഒഴിവ് ദിവസങ്ങൾ അനുഭവിക്കുവാനും നിങ്ങളുടെ പാഠപദ്ധതികൾ അംഗീകരിക്കുവാനും നിങ്ങളുടെ ഭാവിയെ പാതുരമാക്കുവാനുള്ള ഒരു നല്ല നാളേക്ക് വേണ്ടി മുസ്ലിം ലീഗിന്റെ പതാകയിൽ കീഴിൽ MSFന്റെ കൊടിക്കുകയും കീഴിൽ അടിനിരന്ന് അടിവെച്ചണിയണിയായി മുന്നോട്ട് പോകുക. നിങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ പോകുന്ന തലമുറയുടെ പ്രതിനിധികളായ ഞങ്ങൾ അനേകം സംഗതികൾ കണ്ട ഞങ്ങൾ വാസ്തവത്തിൽ ആനന്ദ തുണ്ടിലാവും. അവരന്ന് പറഞ്ഞതാണ്, വിദ്യാഭ്യാസം വരട്ടെ, സ്കൂളുകൾ വരട്ടെ, കോളേജുകൾ വരട്ടെ, ഈ മുസ്ലിം ലീഗ് ഉണ്ടാവുകയില്ല. ആ വ്യാജപ്രവാചകന്മാരോട് ഞാനൊന്ന് പറയട്ടെ, പഞ്ചായത്ത് തോറും എന്നോണം സ്കൂളുകൾ വന്നു, താലൂക്കുകൾ തോറും കോളേജുകൾ വന്നു, സമുദായത്തിലാകെ ആണും പെണ്ണും വിദ്യാഭ്യാസം ഉണ്ടായി. മുസ്ലിം ലീഗിന് ഒരു പോറൽ പോലും വെച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഈ യുവതലമുറ നാളെയുടെ പ്രതീകങ്ങൾ ഇവിടെ MSFന്റെ കീഴിൽ അണിനിരന്നിരിക്കുന്നു. മുസ്ലിം ലീഗിന്റെ സന്ദേശം കേൾവിയും കേൾവിപ്പേരുമില്ലാത്ത പിന്നോക്ക ജനവിഭാഗത്തിന്റെ വിമോചനത്തിന്റെ വഴിത്താരയിൽ സംഘബോധത്തിന്റെ പാഠഭേദം കൊണ്ടും നിശാബോധത്തിന്റെ വെളിപ്പാട് നൽകി. സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ നിന്നിരുന്ന മുസ്ലിം സമുദായത്തെ ഇച്ഛാശക്തി കൊണ്ടും ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടും വിദ്യാഭ്യാസ വിപ്ലവത്തിലൂടെ ഇന്നിന്റെ പ്രതാപത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ മുൻഗാമികളുടെ പ്രയത്നങ്ങൾക്ക് മുന്നിൽ പ്രാർത്ഥനയോടെ സ്മരിക്കുന്നതോടൊപ്പം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ദുബൈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ അംഗീകാരം കൂടി കിട്ടിയതോടെ ദുബൈയിലെ ആദ്യ സർക്കാർ അംഗീകൃത സന്നദ്ധ സംഘടന എന്ന അഭിമാനപട്ടം KMCCക്ക് സ്വന്തമായി.
KMCCയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക് സ്റ്റഡി ക്ലാസ് ആരംഭിക്കുകയും മിനിസ്ട്രി ഓഫ് ഇസ്ലാമിക് അഫയേഴ്സിന്റെ അംഗീകാരം ലഭിക്കാനും അത് കാരണമായിട്ടുണ്ട്. പിന്നീട് ഇന്ത്യൻ എംബസിക്കൊപ്പം കൈകോർത്തുകൊണ്ട് പ്രവാസികൾക്ക് വേണ്ടി പാസ്പോർട്ട് സംബന്ധമായ സേവനങ്ങൾ ഒരുക്കിയും KMCC പുതുചരിതം എഴുതി. ജോലി സംബന്ധമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി ആവശ്യമായ താമസവും ഭക്ഷണങ്ങൾ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ഒരുക്കിയും സാമ്പത്തികമായി പ്രയാസമുള്ളവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകിയും പ്രയാസപ്പെടുന്ന പ്രവാസികളുടെ കണ്ണീരിന് KMCC ഒരു തൂവലായി മാറി. പ്രവർത്തനങ്ങൾ വിപുലമാക്കുന്നതിന്റെ ഭാഗമായി KMCCയുടെ ഓഫീസ് ദുബൈ അൽ ബറാഹയിലെ കെട്ടിടത്തിലേക്ക് മാറുകയും പിന്നീട് ജോബ് സെൽ, ലീഗൽ സെൽ, ഇസ്ലാമിക് സ്റ്റഡി തുടങ്ങി പല പ്രവർത്തനങ്ങൾക്കും വേദിയായി. ദുബൈ KMCCയുടെ വെൽഫെയർ സ്കീം തുച്ഛമായ വേതനത്തിന് ജോലി ചെയ്യുന്ന അനേകം ആളുകളുടെ പ്രയാസങ്ങൾ അകറ്റാൻ നിമിത്തമായി. UAEയുടെ ദേശീയ ദിനാഘോഷത്തിലെ KMCCയുടെ പങ്കാളിത്തം സർക്കാർ തലത്തിൽ അംഗീകരിക്കപ്പെട്ടതാണ്. ദുബൈ KMCC കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് കീഴിൽ ആദ്യമായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് സ്കീം ആരംഭിച്ചു. ആദ്യകാലത്ത് പയ്യന്നൂർ, അഴീക്കോട് മണ്ഡലങ്ങളുടെ ഭാഗമായി നിന്നിരുന്ന ചില പഞ്ചായത്തുകൾ മണ്ഡലം പുനർനിർണയത്തിന്റെ ഭാഗമായി ഇരു മണ്ഡലങ്ങളിൽ നിന്നും അടർത്തി കല്യാശ്ശേരി മണ്ഡലത്തിന് രൂപം കൊടുത്തു. മുസ്ലിം ലീഗിന്റെ സ്വാധീന പഞ്ചായത്തുകളായ മാടായി, മാട്ടൂൽ എന്നീ പഞ്ചായത്തുകൾ ഒഴിച്ചു നിർത്തിയാൽ കടന്നപ്പള്ളി, പാണപ്പുഴ, ചെറുതാഴം, ഏഴോം, പാട്ടുവം, കുഞ്ഞിമംഗലം, ചെറുകുന്ന്, കണ്ണപുരം, കല്യാശ്ശേരി എന്നീ പഞ്ചായത്തുകളിലെ ഇടതുപക്ഷ സ്വാധീനം കൊണ്ട് കല്യാശ്ശേരിയെ ചുവപ്പിച്ചു നിർത്തുന്നു. ഇവിടെയാണ് കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ KMCC എന്ന മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയായ KMCCയുടെ പ്രവർത്തനങ്ങൾ വേറിട്ട് നിൽക്കുന്നത്. ദുബൈ KMCCയുടെ പ്രയാണത്തിൽ കല്യാശ്ശേരി മണ്ഡലത്തിന്റെ പങ്ക് വിലമതിക്കാനാകാത്തതാണ്. കല്യാശ്ശേരി മണ്ഡലത്തിൽ നിന്നുള്ള ദുബൈ KMCCയുടെ ഭാരവാഹികളായി KP ഉമ്മർകുട്ടി, AP കരീം ഹാജി, TP മഹ്മൂദ് ഹാജി, അഹമ്മദ് ഹാജി, SKP മുസ്തഫ ഹാജി, SK ഹംസ ഹാജി, TP അബ്ബാസ് ഹാജി, TK അബ്ദുള്ള എന്നിവർ പല ഘട്ടങ്ങളിലായി നേതൃത്വം അലങ്കരിച്ചു. സാംസ്കാരിക ജീവകാരുണ്യ വിദ്യാഭ്യാസ മേഖലകളിൽ ദുബൈ KMCC കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റി വേറിട്ടതും മാതൃകയാർന്നതുമായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഏറെ വൈകാരികവും ഹൃദയസ്പർശിയുമായ പരിപാടിയായിരുന്നു പിലാത്തറയിലെ ഹോപ്പ് റിഹാബിലിറ്റേഷൻ സെന്ററിൽ വെച്ച് സംഘടിപ്പിച്ച കുടുംബസംഗമം. പ്രായത്തിന്റെ ചാബല്യങ്ങളിൽ പെട്ടുപോയ, ജീവിതത്തിന്റെ നൂലിലതെറ്റിയ അന്തേവാസികൾക്കൊപ്പം ആടിയും പാടിയും ഭക്ഷണം വിതരണം ചെയ്തും ചെലവഴിച്ച നിമിഷങ്ങൾ ദുബൈ KMCC കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ പ്രയാണ ചരിത്രത്തിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ടതാണ്. ഷാർജ സജ്ജയിലെ സിമന്റ് ഫാക്ടറിയിലെ തുച്ഛമായ വേതനത്തിൽ ജോലി ചെയ്യുന്ന ഉത്തരേന്ത്യൻ സ്വദേശികളായ തൊഴിലാളികൾക്ക് വിപുലമായ രീതിയിൽ നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ ഒരുക്കി കഴിഞ്ഞ 13 വർഷങ്ങളായി അവരിൽപ്പെട്ടവരായി അവർക്കൊപ്പം നോമ്പ് തുറന്നുകൊണ്ട് റമളാനിനെ ധന്യമാക്കാൻ ദുബൈ KMCC കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിക്ക് സാധിച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യൻ പാക്കേജിന്റെ ഭാഗമായി ഡോക്ടർ സുബൈർ ഹുദവി നേതൃത്വം നൽകുന്ന ഉത്തരേന്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ ഉന്നമനം ലക്ഷ്യം വെച്ച് ബീഹാറിലെ കിഷൻഗഞ്ചിൽ നിർമ്മാണം പുരോഗമിക്കുന്ന കോർഡോബ അക്കാദമിക് കോംപ്ലക്സിന്റെ നിർമ്മാണത്തിൽ ഭാഗവാക്കാവാനും സജ്ജ ലേബർ ക്യാമ്പിലുള്ള ഒരു സഹോദരന്റെ മകളുടെ വിവാഹത്തിനായുള്ള ധനസഹായം നൽകാനും ദുബൈ KMCC കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിക്ക് സാധിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ മറ്റൊരു കയ്യൊപ്പായി അക്കാദമിക് മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തി. കണ്ണൂരിൽ നിന്നും രാഷ്ട്രീയ മണ്ഡലത്തിലേറി വിശ്വപൗരൻ എന്ന വിശേഷണം ലഭിച്ച മർഹൂം E അഹമ്മദ് സാഹിബിന്റെ നാമധേയത്തിൽ കല്യാശ്ശേരി മണ്ഡലത്തിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് E അഹമ്മദ് എഡ്യൂക്കെയർ പദ്ധതി നടപ്പിലാക്കി. പദ്ധതിയുടെ ഉദ്ഘാടനം മർദ്ദിത ന്യൂനപക്ഷങ്ങളുടെ പ്രതീക്ഷയും ഇന്ത്യൻ പാർലമെന്റിന്റെ ഇടിമുഴക്കവുമായ ET മുഹമ്മദ് ബഷീർ MP പുതിയങ്ങാടി ജമാഅത്ത് ഹൈസ്കൂളിൽ വെച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. UAE ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് ദുബൈ കിസൈസിലെ MSS ഹാളിൽ വെച്ച് കല്യാശ്ശേരി മണ്ഡലം സംഘടിപ്പിച്ച ആസ്പിരേഷൻ എന്ന പ്രവർത്തക ക്യാമ്പ് പുതിയ കാലത്തിനൊത്ത പ്രവർത്തനശൈലിയെ ക്രിയാത്മകമായി ചർച്ച ചെയ്യപ്പെടാനും സമൂഹത്തിന് മുതൽക്കൂട്ടാകുന്ന പദ്ധതികൾ വിശകലനം ചെയ്യാനുമുള്ള വേദിയായി മാറി. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ
മുസ്ലിം ലീഗ് നടപ്പിലാക്കുന്ന ഭവനരഹിതർക്കുള്ള ഭവന നിർമ്മാണ പദ്ധതിയായ ബൈത്തുർ റഹ്മ കാരുണ്യ പദ്ധതിയിൽ 3ഓളം വീടുകൾ നിർമ്മിച്ചു നൽകാൻ ദുബൈ KMCC കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിക്ക് സാധ്യമായിട്ടുണ്ട്. ജന്മനാടിനെ പ്രളയം വിഴുങ്ങിയപ്പോൾ ആശയും ആശ്രയവുമറ്റ സഹോദരങ്ങൾക്ക് ആശ്വാസമെന്നോണം ഭക്ഷണങ്ങളായും സാമ്പത്തികമായും വിദ്യാഭ്യാസ ഉപകരണങ്ങൾ നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സഹായങ്ങളായും ദുബൈ KMCC കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ പ്രതിനിധിയായി മുസ്ലിം യൂത്ത് ലീഗ് കല്യാശ്ശേരി മണ്ഡലം നേതാക്കൾ പ്രളയബാധിത പ്രദേശങ്ങളിലേക്ക് കടന്നു ചെന്നു. കോവിഡ് മഹാമാരി നാടിനെ നിശ്ചലമാക്കിയപ്പോൾ സ്വയം മറന്ന് സന്നദ്ധരായ പരിയാരം CH സെന്ററിന്റെ കർമ്മനിരതരായ വളണ്ടിയർമാർക്ക് ആവശ്യമായ സുരക്ഷാ കിറ്റുകൾ കോവിഡിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ എത്തിച്ചു നൽകി. അതുപോലെ തന്നെ ദുബൈയുടെ കോവിഡ് അതിജീവനത്തിനും കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിക്ക് അഭിമാനകരമായ പങ്കുവഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. നൈഫ് മേഖലയെ കോവിഡ് സ്തംഭിപ്പിച്ചപ്പോൾ പ്രദേശത്തെ മലയാളികളും വിദേശികളുമായ താമസക്കാർക്ക് ആവശ്യമായ ഭക്ഷണവും മരുന്നുകളും മറ്റു ആരോഗ്യ സേവനങ്ങളും ഒരുക്കുന്നതിൽ സ്വന്തം ആരോഗ്യത്തെപ്പോലും വകവയ്ക്കാതെ കോവിഡ് ഭീഷണിയെ മനക്കുരുത്തുകൊണ്ട് നേരിടുമെന്ന ഇച്ഛാശക്തിയോടെ ദുബൈ പോലീസിനൊപ്പം കൈകോർത്ത് നിന്ന് പ്രവർത്തിച്ച KMCCയുടെ കോവിഡ് പോരാളികളിൽ ദുബൈ KMCC കല്യാശ്ശേരി മണ്ഡലം പ്രവർത്തകരുടെയും നേതാക്കളുടെയും പങ്കാളിത്തം ഏറെ അഭിനന്ദനാർഹമാണ്. കോവിഡ് ബാധിതർക്കായി അൽ വർസാനിൽ ക്വാറന്റൈൻ ക്യാമ്പ് ഒരുക്കുന്നതിലും കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ പങ്ക് ഒഴിവാക്കാനാകാത്തതാണ്. കോവിഡ് മഹാമാരിയിൽ വ്യോമഗതാഗതം നിലച്ചപ്പോൾ പ്രവാസി മലയാളികൾക്ക് ആശ്വാസമായി KMCC ചാർട്ടേഡ് ഫ്ലൈറ്റ് ആരംഭിച്ചു. ഈ ഉദ്യമത്തിൽ തങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധതയും ധാർമ്മിക മൂല്യവും ഉയർത്തിക്കൊണ്ട് ദുബൈയിൽ നിന്നും ബസ്സിലേറി റാസൽ കൈമയിൽ നിന്നും കോഴിക്കോട്ടേക്ക് 180ഓളം യാത്രക്കാരുമായി കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റി ഒരുക്കിയ വിമാനം പറന്നുയർന്നു. ജോലി നഷ്ടപ്പെട്ടും മറ്റു സാമ്പത്തിക പ്രയാസങ്ങൾ കൊണ്ടും പ്രതിസന്ധിയിലായ പലർക്കും സൗജന്യ ടിക്കറ്റ് ഒരുക്കാനും കല്യാശ്ശേരി മണ്ഡലം KMCC മറന്നില്ല. നാട്ടിലിറങ്ങിയ അവരെ സുരക്ഷിതരായി കൂടണയും വരെ ബസ്സൊരുക്കുകയും ഭക്ഷണമൊരുക്കിയും കൂടെ നിന്നു. ലോകം വിറങ്ങലിച്ച കോവിഡിന് ശേഷം പ്രവർത്തന മണ്ഡലത്തിലേക്ക് പുത്തൻ ചുവടുവെപ്പുകളുമായാണ് കല്യാശ്ശേരി മണ്ഡലം KMCC കടന്നുവന്നത്. ബീഹാറിലെ കിഷൻഗഞ്ചിൽ ബഹുമാന്യനായ ഉസ്താദ് ഡോക്ടർ സുബൈർ ഹുദവിയുടെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ച ഈ മഹത്തായ വിജ്ഞാന സമുച്ചയത്തിലെ സയൻസ് ലാബ് നിർമ്മാണത്തിന് ദുബൈ KMCC കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയും ഭാഗവാക്കായി. ഉത്തരേന്ത്യൻ പാക്കേജിന്റെ ഭാഗമായി നിർധനരായ കുട്ടികൾക്കുള്ള പെരുന്നാൾ കുപ്പായവും എത്തിച്ചു നൽകാൻ കല്യാശ്ശേരി മണ്ഡലം KMCCക്ക് സാധിച്ചു. പിന്നീട് ബ്ലാങ്കറ്റ് ചലഞ്ച് എന്ന പേരിൽ തുർക്കിയിലെയും സിറിയയിലെയും ഭൂചലനം ബാധിക്കപ്പെട്ട പ്രദേശങ്ങളിലേക്ക് അവർക്കാവശ്യമായ സാധനങ്ങൾ ദുബൈ KMCC ദുബൈ റെഡ് ക്രസന്റുമായി കൈകോർത്തുകൊണ്ട് എത്തിച്ചു നൽകാൻ സാധിച്ചു എന്നത് കമ്മിറ്റിയുടെ പ്രയാണത്തിലെ നാഴികക്കല്ലാണ്. ദുബൈ KMCCയുടെ 2024-2026 കാലഘട്ടത്തിലേക്കുള്ള മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ കണ്ണൂർ ജില്ലയിലെ അംഗങ്ങളുടെ എന്നതിൽ 2ാം സ്ഥാനം നേടാനായത് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളുടെ സ്വീകാര്യത പ്രവാസികൾക്കിടയിൽ വർദ്ധിച്ചതുകൊണ്ടാണ് എന്നത് വിലയിരുത്തപ്പെടുന്നു. ദുബൈയിലെ കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ദുബൈ KMCC കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റി വർഷങ്ങളായി ഫുട്ബോൾ ഫെസ്റ്റ് നടത്തിവരുന്നു. ഈയിടെ കുഞ്ഞിമംഗലത്തുള്ള ഒരു സഹോദരന്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായി തുക സമാഹരിച്ചു നൽകാനും കമ്മിറ്റിക്ക് സാധിച്ചു. 2024 റമദാനിൽ ഹുസൈസ് അറക്കൽ പാലസ് റെസ്റ്റോറന്റിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ജനസാന്ദ്രത കൊണ്ടും കൂടിച്ചേരലിന്റെയും ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കലിന്റെയും മറ്റൊരു പര്യായമായി മാറി. അശരണരും നിരാലംബരുമായ വൃക്കരോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് നൽകി മാതൃക സൃഷ്ടിക്കുന്ന പരിയാരം CH സെന്ററിനായി കനിവിന്റെ കേന്ദ്രത്തിലേക്ക് കാരുണ്യത്തിന്റെ കൈത്താങ്ങ് എന്ന ലേബലിൽ കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ 177 ഡയാലിസിസിനുള്ള തുകയായ 2,40,000 രൂപ ഈ റമദാനിൽ സമാഹരിക്കാൻ കഴിഞ്ഞതും റമദാനിന് ശേഷം CH സെന്റർ ദുബൈ ചാപ്റ്റർ സംഘടിപ്പിച്ച കുടുംബസംഗമത്തിൽ വെച്ച് അത് കൈമാറാനും സാധിച്ചതും കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളെ വേറിട്ടു നിർത്തുന്നു. ഏറെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ദുബൈ KMCC കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഞങ്ങളോടൊപ്പം നിന്ന
ജില്ലാ സംസ്ഥാന നേതാക്കൾ, മണ്ഡലം കമ്മിറ്റിക്കു കീഴിലുള്ള പഞ്ചായത്ത് കമ്മിറ്റികൾ, നിസ്വാർത്ഥരായ പ്രവർത്തകർ, സംരംഭകർ, കൂട്ടായ്മകൾ ഏവരെയും നന്ദിയോടെ സ്മരിക്കുകയും ഒപ്പം തുടർന്നും പിന്തുണകൾ പ്രതീക്ഷിക്കുകയും നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് സർവശക്തനായ നാഥൻ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.